നമ്മളിപ്പോൾ പോകുന്നത് ECHS പോളിക്ലിനിക്കിലേക്കാണ്, പുതുപ്പരിയാരം. ഇത് എക്സർവീസ്മെനും അവരുടെ ഡിപ്പെൻഡൻസിനുള്ള ക്ലിനിക്കാണ്. മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കായിട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്നുള്ള റെഫറൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പേരുടെയും കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു എന്നുള്ളത്. ECHS ഫെസിലിറ്റീസ് അടുത്തുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും അതിനാണ് പ്രിഫറൻസ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ECHSൽ വന്നതാണ്. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ റെഫറൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 3 പേർക്കും വൈറൽ ഫീവർ ആണ്. കമ്പാരിറ്റീവ്ലി ഏട്ടന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ, അതായത് ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാമായിരുന്നു. ഇതിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് പെരിന്തൽമണ്ണയിലുള്ള അൽഷിഫ ആയിരുന്നു. നമുക്ക് എപ്പോഴും എല്ലാം കൊണ്ടും കംഫർട്ടായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് അവിടെ ചൂസ് ചെയ്തത്. നമുക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നുള്ളത്. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അൽഷിഫയിലേക്കാണ്. ഇപ്പോൾ നല്ല മഴയും അതുപോലെ ഒരു തണുത്ത കാലാവസ്ഥയൊക്കെയാണ്. എങ്കിലും AC ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാർ ഡ്രൈവ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കവിടെ പോവേണ്ടതായിട്ടുണ്ട്. ഏകദേശം 75 കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിൽ നിന്നും അൽഷിഫയിലേക്ക്. ഒഴിവ് ദിവസം അല്ലെങ്കിൽ പോലും ട്രാഫിക് ബ്ലോക്ക് നിറയെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയും ഇടവിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മണിയോട് കൂടിയിട്ടാണ് അൽഷിഫയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. മഴക്കാലം ആണെങ്കിലും കൂടി ക്ലൈമറ്റ് എല്ലാം മാറി വൈകുന്നേരം ഇരുട്ടി വരാനായിട്ട് ഒരു 7 മണിയെങ്കിലും കഴിയും. ECHS പോളിക്ലിനിക്കിൽ നിന്നും റെഫറൽ വാങ്ങിയിട്ട് വരുന്ന ഓരോ പേഷ്യൻസും ആദ്യം ഓരോ ഹോസ്പിറ്റലിലെയും ECHS കൗണ്ടറിലാണ് പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അഡ്മിറ്റ് ചെയ്യുന്നത് മുതൽ ഡിസ്ചാർജ് ആവുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാ പേപ്പേഴ്സും ഇവരായിരിക്കും നോക്കുന്നത്. ഇതിനായിട്ട് സെപ്പറേറ്റ് സെല്ല് തന്നെയുണ്ട്. നമ്മൾ ആദ്യം പോയത് ECHS കൗണ്ടറിലായിരുന്നു. ശേഷം കാഷ്വാലിറ്റിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമായിരുന്നു. അപ്പോഴേക്കും സോനുവിനും എനിക്കൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 4 മണിക്കൂർ എടുക്കും ഈ പ്രോസസ്സിംഗ് എല്ലാം കഴിയാനായിട്ട്. അപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് കാഷ്വാലിറ്റിയിലെത്തി. സമയം ഒരുപാടായതുകൊണ്ട് തന്നെ സോനുവിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. മോൻ ഒരുപാട് നേരം എൻ്റെ മടിയിലിരുന്നിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കഴിയാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 10 മണിയോടടുത്തിട്ടാണ് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു പേഷ്യൻ്റ് ഹാൻഡ് ബുക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലെത്തി. റൂമും വളരെ സ്പേഷ്യസ് ആയിരുന്നു. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള വളരെ നല്ല റൂമായിരുന്നു. നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെ അഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മോനെയും കൊണ്ട് താഴെ പോയി കാറിൽ നിന്ന് സാധനങ്ങളും ലഗേജസും എല്ലാം എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. രാവിലെ തുടങ്ങിയ ഓട്ടാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം. പനിയില്ലെങ്കിലും നല്ല ക്ഷീണമുണ്ട്. ഇത് റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. ഇതിപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ടാവും. വളരെ കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ്. ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെൻഷനുള്ളതായിരുന്നെങ്കിലും കൂടി ഈ ഒരു രാത്രി സമാധാനമുള്ളതാണ്.